ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരേ അഭിപ്രായമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്തുണ തരാതിരിക്കുന്നത് വലിയ ഗുണം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുന്നി സംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു യോജിപ്പും ഇല്ലാത്തവരാണ് അവർ. ജമാഅത്തെ ഇസ്ലാമി ഏത് ക്യാമ്പിൽ നിൽക്കുന്നോ അതിന്റെ എതിർ ക്യാമ്പിലേ അവർ നിൽക്കുള്ളൂ. യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്ന സംഘടനകളാണ് സുന്നി സംഘടനകൾ. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പ്രഖ്യാപനം കൊണ്ട് നഷ്ടപ്പെടും. ആരോപണ വിധേയമായിട്ടുള്ള സംഘടനകളിൽ ഈ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും ഒന്നുപോലെ അപകടമുള്ള സംഘടനകളാണ് എന്ന് അഭിപ്രായമുണ്ട്. അത് രണ്ടും ഒരേ സമാന ചിന്താഗതിക്കാരാണ്. ഒരേ ചിന്താഗതിയാണ് ആ രണ്ട് സംഘടനകളുള്ളത്. ഇപ്പം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ആര് വന്നാലും അവരെ എതിർക്കണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ നിരോധിക്കണം എന്നും ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ നിരോധനത്തോട് മുസ്ലിം ലീഗിന് യോജിപ്പുണ്ടോ? ആ രാജ്യദ്രോഹം ചെയ്യുന്ന സംഘടനകളെ നിയന്ത്രിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കോടതിയും അതുപോലെ തന്നെ സർക്കാരുമാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവർ കോടതി നീതിന്യായം കോടതിയാണ്, അതിനനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിരോധനമാണെങ്കിൽ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ്, തീവ്രവാദമാണ്. അത് ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, UDFന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല.